കുറെ പക്ഷികളെയും അണ്ണാനൊക്കെ വെടിവെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 2000 രൂപ. ഇത് മെയിൽസിന്റെ ട്രഡീഷണൽ ഡ്രസ്സസ് ആണ് അല്ലേ? യെസ്. നാഗാലാൻഡിലെ ഇവിടെ ഗിഫ്റ്റുകൾ കിട്ടിയ കുറെ ഐറ്റംസ് ഉണ്ട്. 1944 രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ടവരുടെ മെമ്മോറിയലാണ്, സെമിട്രിയാണിത്. അത് ശരിയാണ്. കിങ് ചില്ലിയാണ്. നാഗാമിർച്ചി എന്ന് പറയും. ഏറ്റവും കൂടുതൽ എരിവുള്ള മുളകാണ്. 700 രൂപയ്ക്ക് കിലോക്ക് വരും. നമ്മളിപ്പോൾ നാഗാലാൻഡിലെ കൊഹിമയിലെ നമ്മളെ ലാസ്റ്റ് ദിവസമാണ്. നമ്മളിപ്പോൾ വാർ മെമ്മോറിയൽ, സെമിട്രി, അതുപോലെ മ്യൂസിയം, അതുപോലെ ഈ ഹോൺബിൽ ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന കിസാമ വില്ലേജ്, അതൊക്കെയാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നാളെ നമ്മൾ കൊഹിമ വിടുകയാണ്. നേരെ ദിമാപൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഈ നോർത്ത് ഈസ്റ്റിലേക്ക് ആളുകൾ എത്തിപ്പെടാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വേണ്ടത്ര രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. ട്രെയിനാണെങ്കിൽ ആകെ ആഴ്ചയിൽ 2 ട്രെയിനാണുള്ളത്. ഡയറക്റ്റ് ഫ്ലൈറ്റ് കേരളത്തിൽ നിന്നില്ല. ബാംഗ്ലൂരിൽ നിന്ന് വഴിയാണ് നമുക്കെല്ലാം പോകാൻ ഏറ്റവും എളുപ്പമുള്ളതും ചീപ്പായിട്ടുള്ളതും. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. തൊള്ളായിരത്തി രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ടവരുടെ മെമ്മോറിയലാണ്, സെമിട്രിയാണിത്. ബ്രിട്ടീഷുകാരും ജപ്പാനും തമ്മിലായിരുന്നു യുദ്ധം. കൊഹിമയിൽ തമ്പടിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ ജപ്പാൻ അറ്റാക്ക് ചെയ്തു. അങ്ങനെ കുറേ ആളുകൾ, 1400ഓളം ആളുകളെ കണ്ടാണ് മരിച്ചതെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഈ ഭാഗത്ത് ബ്രിട്ടീഷുകാരുടെ കബറിടങ്ങളാണ്. മുകളിൽ ഇന്ത്യക്കാരുടെ കബറിടമുണ്ട്. വേൾഡ് വാറിൽ ഇവിടുത്തെ നമ്മുടെ ഇന്ത്യൻസ് ബ്രിട്ടീഷിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത് അന്ന് ജപ്പാനെതിരെ. 2000ഓളം സോൾജേഴ്സ് ടോട്ടലി മരിച്ചു എന്നുള്ളതാണ്. ഓരോ ഫലകത്തുമ്പിലും അത് ഏത് റെജിമെൻ്റായിരുന്നു, ആളുടെ പേര്, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇൻ ഹോണർ ഓഫ് ദീസ് ഓഫീസേഴ്സ് ആൻഡ് മെൻ ഹു ഡൈഡ് ഇൻ ബാറ്റിൽ ആൻഡ് ഹൂസ് മോർട്ടൽ റിമെയിൻസ് വെർ കമ്മിറ്റഡ് ടു ഫയർ. ഇതിൽ ഈ യുദ്ധത്തിൽ മരണപ്പെട്ട ആളുകളുടെ റെജിമെൻറ്റ് തിരിച്ചിട്ട് അവരേത് വിഭാഗത്തിൽപ്പെട്ട സോൾജേഴ്സ് ആയിരുന്നു എന്നുള്ളതൊക്കെ തിരിച്ചിട്ടുള്ള ലിസ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പഞ്ചാബ് റെജിമെൻറ്റ്, മദ്രാസ് റെജിമെൻറ്റ്, ബോംബെ, മഹാരാട്ട. ഒരു നാഗാ സോൾജർ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് സെക്യൂരിറ്റി പറഞ്ഞത് മരിച്ചവരിൽ. ഓരോരുത്തരും താഴെ ബ്രിട്ടീഷുകാരായിരുന്നു, ഇതിൻ്റെ മുകളിൽ ഇന്ത്യക്കാരെ തന്നെ ഓരോ ഹിന്ദുസിൻ്റെ ഒരു സ്ഥലത്ത്, മുസ്ലിംസിൻ്റെ ഒരു സ്ഥലത്ത്, സിഖ് വേറെ സ്ഥലത്ത്, അങ്ങനെയൊക്കെ ഓരോ സെപ്പറേറ്റ് ഏരിയ വെച്ചിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ടെന്നീസ് കോർട്ടിനൊരു മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ വാർ നടന്നത് നമ്മൾ ടെന്നീസ് കോർട്ട് നിയർ ബൈ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസാണ്. ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലാണ് നമ്മൾ താമസിച്ചത്. പുതിയ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസ് പഴയ ബിൽഡിങ്ങിലായിരിക്കും യുദ്ധം നടന്നിട്ടുണ്ടാവുക. അവിടെ അന്ന് യുദ്ധത്തിൻ്റെ സമയത്ത് ഒഴിവാക്കിയിട്ട് ബങ്കറുകളൊക്കെ ഉണ്ട്, ടാങ്ക്, അതൊക്കെ അവിടെ ഇപ്പോഴും ഉണ്ട്. വീടിൻ്റെ ഞങ്ങൾ താമസിച്ച വീടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലൊരു സെക്കൻഡ് വേൾഡ് വാറിൽ ഒഴിവാക്കിയൊരു ടാങ്ക് ഉണ്ട്. അത് കാണാൻ വേണ്ടി പോവാണ്. അന്നത്തെ ബ്രിട്ടീഷുകാർ അതന്നെ. ബ്രിട്ടീഷ് ഭരണമുള്ള സമയത്തടാ. അതെ. കൊഹിമ വാർ എന്ന് പറയും 1944. അതെ, വേൾഡ് വാർ 2, ബാറ്റിൽ ഓഫ് കൊഹിമ. അതന്നെ. അത് ശരിയാണോ? ഞങ്ങൾ ഇന്നലെ പറഞ്ഞ അതല്ലേ? അതിന്റെയും പിന്നെ ആ ഒരു മരത്തിന്റെ ഒക്കെ മെമ്മോറിയലാണ് അവിടെ ഉണ്ടാക്കുന്നത്. സെക്കൻഡ് വേൾഡ് വാറിൽ അവർ ഇന്ത്യൻ ആക്രമിക്കാൻ വന്നോ? ഇവിടുത്തെ ബ്രിട്ടീഷുകാർ ജാപ്പനീസ് ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ ഇന്ന് നാട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പൊ കുറച്ച് പർച്ചേസിന് കയറിയതാണ്. 750. Why that much cost? Ladies, now all ladies, na? Yeah. Costumes? This type of small one, 150. These are handmade?
ഓ 150. ഓ മാലയ്ക്ക് എന്ത് ഭംഗിയല്ലേ. വാട്ട് ഈസ് ദിസ് ആക്ച്വലി? ദിസ് വൺ നെക്ക് പീസ്. ആ നെക്ക് ബാൻഡ് അല്ലേ. ഓക്കെ ഓക്കെ. ആൻഡ് ദിസ് വൺ നഗ റെയിൻകോട്ട്. കൊനോമ വില്ലേജിൽ നിന്ന് ആ പെണ്ണ് ഭക്ഷണം കഴിച്ചതിന്റെ പാത്രം ഇവിടെ ഉണ്ട്. ഇതിന് എത്ര വില? അതന്നെ സാധനം, സെയിം സാധനം. വില ചോദിച്ചു നോക്ക്. 2500 ഒക്കെ പറഞ്ഞു. ഞങ്ങൾ പതുക്കെ ഊതി. लोकल टैक्सी ज़्यादा ये आल्टो है मारुति जी। रेट कितना है उसका मालूम है? टाउन ट्रिप है 100 रुपया। टाउन ट्रिप 100 रुपया। माने टाउन ट्रिप में कौन सा जगह? कितना किलोमीटर? मीटर होगा 3 किलोमीटर 5 किलोमीटर उसका अंदर 100 रुपया। शेयर टैक्सी नहीं अकेला अकेला होने पे 4 आदमी होने पे ओह मैक्सिमम 4। अच्छा मतलब 4 आदमी से 30 120 एक आदमी से लेगा तो 100 रुपया। 100 ഓക്കെ 4 പേരാണെങ്കിൽ എല്ലാവരുടെ അടുത്ത് 30 രൂപ വാങ്ങും. ഒരാളാണെങ്കിൽ 100 രൂപ. ओ 3 to 5 किलोमीटर ना ज्यादा किलोमीटर हो तो सबका घर है ना अभी। हाँ उधर सबका सर का घर से ये राजू पॉइंट आएगा ना उधर से 100 रुपया। 100 रुपया मीन्स विथिन 3 किलोमीटर। आफ्टर दैट उसके बाद दूर चलेगा तो 200 150। ഓ അത് കൊള്ളാം. ഞാൻ വേറെ സ്ഥലത്തും കണ്ടത് ആ ടെക്നിക്ക്. റെയിൻ കളക്ഷൻ അല്ലേ. ഇതാണ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ റെസിഡൻസ്. ഓരോ ട്രൈബിന് ഓരോന്നല്ലേ. ഇതിന് പുറത്താണ് ഇടുക അല്ലേ. ഓക്കെ. ഇത് മെയിൽസിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സസ് ആണ് അല്ലേ. യെസ് നാഗാലാൻഡിലെ. ഇവിടെ ഗിഫ്റ്റുകൾ കിട്ടിയ കുറേ ഐറ്റംസ് ഉണ്ട് DC സാബിൻ്റെ വീട്ടിൽ. നമുക്ക് ഇത് മെയിൽസിൻ്റെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഫീമെയിൽസിൻ്റെ നോക്കാം. ഷോളുകളല്ലേ. അയ്യോ ഞങ്ങളിങ്ങോട്ട് മടങ്ങും എയർപോർട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു കാഴ്ച ഉണ്ടായി. കുറച്ച് അണ്ണാനെയും കോൺസാ ബേർഡ് चिड़िया कौन सा चिड़िया है नाम മാലൂം നെയ്. കുറെ പക്ഷികളെയും അണ്ണാനൊക്കെ വെടി വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 2000 രൂപ. അപ്പൊ ഞങ്ങൾ വാങ്ങിയില്ല. ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അയാൾക്ക് ഇഷ്യൂ വരണ്ടെന്ന് വെച്ചിട്ട്. अभी इधर से कितना दूर है एयरपोर्ट? ये बड़ा है थोड़ा सा. ये बड़ा है. पाइनएप्पल ആണ്. अभी खा सकता है ना? हाँ थोड़ी है. तो खा सकेंगे. इसको काटेंगे. हाँ काटेंगे. हाँ इधर ही काट लेते. हाँ काटी दी नहीं हम काटेंगे. आ जाइए 100 രൂപ ഒരു പൈനാപ്പിളിന്. അടിപൊളി പൈനാപ്പിളാണ്. കിങ് ചില്ലിയാണ്. നാഗാമിർച്ചി എന്ന് പറയും. ഏറ്റവും കൂടുതൽ എരിവുള്ള മുളകാണ്. 700 രൂപയ്ക്ക് കിലോക്ക് വരും. ഇത് ഒന്ന് ഫ്രഷ് ഒന്ന് ഉണങ്ങിയത് ഒന്ന് അതിൻ്റെ പൊടി. എയർപോർട്ട് എത്താനായി. ഞങ്ങൾ കുറച്ച് കിങ് ചില്ലി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട്. കിങ് ചില്ലി അതെ നാഗമിർച്ചി വാങ്ങിച്ചിട്ടുണ്ട്. ഹോൺബിൽ ഫെസ്റ്റിവലിന് കിങ് ചില്ലി തീറ്റ മത്സരം ഉണ്ടാവും. 17 ഒക്കെ വരെ തിന്ന് ഉള്ളവരാണ് ജയിക്കാന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത്. ഏതായാലും എയർപോർട്ട് ഇങ്ങനെ തന്നെയാണ് അടച്ചോനെ. വെൽക്കം ടു ദിമാപൂർ എയർപോർട്ട്. ഓക്കെ. അതെ റെയിൽവേ സ്റ്റേഷന്റെ അത്രയൊക്കെ തന്നെ കാണും. ഇവിടുത്തെ എയർപോർട്ട് ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ. സോ നാഗാലാൻഡ് സ്റ്റോറീസ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ബാംഗ്ലൂർക്ക് കുറഞ്ഞ റേറ്റിൽ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടും. ഒരു 3 മാസം മുന്നേക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ. നമ്മൾ ട്രെയിന് പോരുകയാണെങ്കിൽ 58 മണിക്കൂർ എടുക്കും ദിമാപൂരിൽ നിന്ന് പാലക്കാട് എത്താൻ. അപ്പോൾ ഫ്ലൈറ്റ് ആയിരിക്കും ഒന്ന് നല്ലത്. ഓക്കെ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഡയറീസ് തീരുന്നില്ല. അരുണാചലിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം കേട്ടോ.